കായംകുളം നഗരസഭ 1-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് വിഘടന പ്രവർത്തന യൂണിറ്റിനെതിരെ നിരന്തരമായുള്ള പ്രദേശവാസികളുടെ പരാതികളെ തുടർന്ന് നഗരസഭാ കൗൺസിൽ എടുത്ത തീരുമാനങ്ങൾ നഗരസഭാ സെക്രട്ടറി നടപ്പാക്കുന്നില്ലെന്നാരോപിച്ച് നഗരസഭയിലെ ഭരണപക്ഷമായ LDFിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരുൾപ്പെടെയുള്ള കൗൺസിലർമാർ പ്രതിഷേധ സമരം നടത്തി. അതേസമയം സ്ഥാപനം നിയമാനുസൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നടക്കം നേരിട്ട് വന്ന് പരിശോധന നടത്തിയിട്ടുള്ളതാണെന്നും യൂണിറ്റ് ഉടമ പറഞ്ഞു. കായംകുളം നഗരസഭ 1-ാം വാർഡിൽ പ്രവർത്തിച്ചു വരുന്ന സ്വകാര്യ പ്ലാസ്റ്റിക് വിഘടന പ്രവർത്തന യൂണിറ്റിനെതിരെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന നിരന്തരമായ പ്രദേശവാസികളുടെ പരാതികളെ തുടർന്ന് നഗരസഭാ കൗൺസിൽ എടുത്ത തീരുമാനങ്ങൾ നഗരസഭാ സെക്രട്ടറി നടപ്പാക്കുന്നില്ല എന്നാരോപിച്ചാണ് നഗരസഭയിലെ ഭരണപക്ഷമായ LDFിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരുൾപ്പെടെയുള്ള കൗൺസിലർമാർ പ്രതിഷേധ സമരം നടത്തിയത്. കഴിഞ്ഞ ഓഗസ്റ്റ് 1-ന് കൂടിയ അടിയന്തര കൗൺസിൽ യോഗത്തിൽ താൽക്കാലികമായി യൂണിറ്റിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിക്കാനും ജില്ലാ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ഡോക്ടർമാരുടെ ഒരു സംഘത്തെ കമ്മീഷനായി നിയോഗിച്ച് ലഭ്യമാകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുവാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ 20 ദിവസം പിന്നിട്ടിട്ടും ഈ തീരുമാനങ്ങൾ നടപ്പാക്കിയില്ലെന്നും കൗൺസിലർമാർ ആരോപിച്ചു. കൗൺസിൽ ഏകകണ്ഠമായി എടുത്ത തീരുമാനം നടപ്പാക്കാതെ കൗൺസിലിനെ നോക്കുകുത്തിയാക്കി മുന്നോട്ടു പോകുകയാണ് നഗരസഭാ സെക്രട്ടറി എന്നും കൗൺസിലർമാർ പറഞ്ഞു. ഉദ്യോഗസ്ഥ തലത്തിലെ നിരുത്തരവാദപരമായ സമീപനത്തിൽ പ്രതിഷേധിച്ചാണ് ഉപരോധ സമരത്തിനുൾപ്പെടെ കൗൺസിലർമാർ നിർബന്ധിതരായതെന്നും പറഞ്ഞു. ജനങ്ങളെ ബാധിക്കുന്ന അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് ഈ പ്ലാസ്റ്റിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്നത്. ഇത് CPIMന്റെ ഉത്തരവാദിത്തപ്പെട്ട ഘടകങ്ങൾ ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനകീയ പ്രശ്നമെന്ന നിലയിൽ അത് വളരെ ഗൗരവമായി കാണണമെന്നാണ് പാർട്ടി നിലപാട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൗൺസിൽ തീരുമാനം, ആ കൗൺസിൽ തീരുമാനം ജനകീയ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPIM നിലപാടും അത്തരത്തിലുള്ളതാണ്. ആ നിലപാടിനെതിരെ കേവലം ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കായംകുളം നഗരസഭാ സെക്രട്ടറിക്ക് കായംകുളത്തെ ജനങ്ങളുടെ കൗൺസിലെടുത്ത തീരുമാനത്തെ അട്ടിമറിക്കാൻ യാതൊരു അവകാശവുമില്ല. കഴിഞ്ഞപ്പോൾ പൊതുജനങ്ങളുടെ ആരോഗ്യ പ്രശ്നം കാണിച്ചുകൊണ്ട് അവർ കായംകുളം നഗരസഭയെ സമീപിക്കുകയുണ്ടായി. ആയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടത്തേക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. അവർ പിന്നീട് കോടതിയിലേക്ക് പോയി ആ സ്റ്റോപ്പ് മെമ്മോയെ വെക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേ ഓർഡർ കായംകുളം മുനിസിപ്പൽ കോടതിയിൽ നിന്ന് വാങ്ങുകയുണ്ടായി. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2024 ഈ ആരോഗ്യ പ്രശ്നങ്ങളെ പരിഗണിച്ചുകൊണ്ട് കായംകുളം മുനിസിപ്പാലിറ്റി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. ആയതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് മാസം 1-ാം തീയതി നടന്ന കൗൺസിലിൽ ഈ ആരോഗ്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ടീമിനെ അന്വേഷണ കമ്മീഷനായി ചുമതലപ്പെടുത്തുകയും ഇതിന്റെ റിസൾട്ട് വരുന്നിടം വരെ താൽക്കാലികമായി ഇത് പൂട്ടിയിടണമെന്നും ആവശ്യപ്പെടുന്ന ഒരു കൗൺസിൽ തീരുമാനമെടുത്തു. എന്നാൽ 20 ദിവസം പിന്നിട്ടിട്ടും കായംകുളം നഗരസഭാ സെക്രട്ടറി ഈ കൗൺസിൽ തീരുമാനം നടപ്പിലാക്കുന്നില്ല. ഇതുപോലൊരു സമരം നടക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ സെക്രട്ടറി ഇവിടുന്ന് മാറി ഒളിച്ചു കളിക്കുകയാണ് സെക്രട്ടറി. ആ ഒളിച്ചുകളി സെക്രട്ടറി അവസാനിപ്പിച്ച് സെക്രട്ടറി ഇതിനെതിരെയുള്ള ഈ പ്ലാസ്റ്റിക് കമ്പനി അടച്ചുപൂട്ടുന്നിടം വരെ ഞങ്ങൾ ഈ പ്രതിഷേധ സമരം തുടരുമെന്നാണ് ഞങ്ങൾ CPM LDFും ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സംരക്ഷിക്കുന്ന ആ ഭാഗത്തുള്ള ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് വില കൊടുത്തും അവരോടൊപ്പം നിൽക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അതേസമയം സ്ഥാപനം നിയമാനുസൃതമായ എല്ലാ രേഖകളുമായാണ് പ്രവർത്തിക്കുന്നതെന്ന് സ്ഥാപന ഉടമ പറഞ്ഞു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ്, നഗരസഭ ലൈസൻസ്, MSME രജിസ്ട്രേഷൻ എന്നിവ സ്ഥാപനത്തിന് ഉണ്ടെന്നും പരാതിക്കാരുടെ ആവശ്യപ്രകാരം ആലപ്പുഴ മലിനീകരണ നിയന്ത്രണ ബോർഡ് നേരിട്ട് വന്ന് പൊടി, വെള്ളം, ശബ്ദം എന്നിവ പരിശോധിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളതാണെന്നും സ്ഥാപന ഉടമ പറഞ്ഞു. 2-3 വീട്ടുകാർ വ്യക്തിവൈരാഗ്യം തീർക്കാൻ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് സ്ഥാപനത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണെന്നും ഉടമ പറഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഉണ്ടെന്നും ഇതിനായി കമ്പനിയിൽ കയറി പരിശോധിച്ച് നിജസ്ഥിതി മനസ്സിലാക്കുവാൻ ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും എല്ലാവിധ സഹായ സഹകരണങ്ങളും കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും സ്ഥാപന ഉടമ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.